ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ വിവേകാണെങ്കിലോ ആ ഒരു സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നന്നായിട്ട് തന്നെ തൻ്റെ വർഷയെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് വിവേകിന്. ആ സമയം നമ്മുടെ മല്ലി കാക്ക അവിടെ വരുന്നുണ്ട്. എന്നാ സർ ഇത് ഫോട്ടോകളാണോ സേവ് ദ ഡേറ്റിൻ്റെ? അതെ, അക്കയ്ക്ക് കാണണോ? ആ സർ കാണണം എന്ന് പറയുന്നു. ആ സമയത്ത് രണ്ടുപേരുടെ ഫോട്ടോ കാണുമ്പോൾ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് മല്ലികാക്കയ്ക്ക്. പക്ഷേ ശ്രീനാഥിൻ്റെ ഫോട്ടോ കാണുമ്പോൾ മല്ലികാക്കയ്ക്ക് അപ്പം തന്നെ ഒരു ഡൗട്ട് അടിക്കുകയാണ്. മാത്രമല്ല, കാരണം ശ്രീനാഥിൻ്റെ ആ ഒരു നോട്ടവും നിൽപ്പും വർഷയെ മാത്രം നോക്കിക്കൊണ്ട് നിൽക്കുന്നതെല്ലാം തന്നെ ആ ഫോട്ടോയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേലും മല്ലികാക്കയ്ക്ക് ഒരു ഡൗട്ട് അടിക്കുകയാണ്. വിവേക് ചോദിക്കുന്നുണ്ട്, എന്താക്ക ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത്? അല്ല സർ, ഞാനൊരു സംശയം പറയാൻ പോവുകയാണ്. കാരണം ആ ശ്രീനാഥ് സാറിനുണ്ടല്ലോ വർഷയോട് ഇപ്പോഴും ഇഷ്ടം തന്നെയാണെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന വിവേക്, എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? വെറുതെ അനാവശ്യമൊന്നും പറയരുതെന്ന് പറയാട്ടോ. അല്ല സർ, എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. സാറിനെ പോലെ ആണുങ്ങൾക്കിത് മനസ്സിലാവുമെന്ന് വരില്ല, പക്ഷെ പെണ്ണുങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് പറയുന്നു. ആ സമയത്ത് അങ്ങനെയൊന്നുമില്ല, ഞാനെൻ്റെ സംശയം പറഞ്ഞതാണ്. എനിക്കത് തന്നെയാണ് നോക്കുന്നത്. സാറിന് ഇപ്പോഴും വർഷയോട് ഒത്തിരി ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്നു കേട്ടോ. വിവേകിനപ്പം മനസ്സിലൊരു കരട് കൊടുക്കുന്നുണ്ട്. പിന്നീട് അഞ്ജുവിനെ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. അഞ്ജും അതുപോലെ തന്നെ നമ്മുടെ ശിവയും കൂടി കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് അഞ്ജു വളരെയധികം ആലോചനയിലാണ് രാഹുലിനെ കുറിച്ച്. ആ സമയത്ത് വർഷ പറയുന്നുണ്ട്, എന്താണോ താനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നാളെ നമ്മുടെ വർഷയുടെ എൻഗേജ്മെൻ്റ് ആണ്. പക്ഷേ എനിക്ക് അങ്ങോട്ട് വരാൻ ഒട്ടും തന്നെ താല്പര്യം തോന്നുന്നില്ല. എനിക്ക് രാഹുലിൻ്റെ കാര്യം ഓർക്കുമ്പോൾ അതിലേറെ സങ്കടം വരുന്നുണ്ട്. എന്താണോ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? ഇതെല്ലാം തന്നെ വേണ്ടാന്ന് വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാൻ തോന്നുകയാണോ? കാരണം ഏതെങ്കിലും ഒരു നാട്ടിലേക്ക്, ഒരു ബാധ്യതയില്ല, പ്രശ്നങ്ങളുമില്ല, ഞാനും രാഹുലും മാത്രം, ഒരു പ്രശ്നങ്ങളില്ല, പോലീസ് കേസില്ല, ഒന്നുമില്ല, അങ്ങനെ ഒരു ജീവിതം ഞങ്ങൾക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ നടക്കുമോ ശിവ? അതൊക്കെ എൻ്റെ സ്വപ്നം മാത്രമായിരിക്കുമോ? എൻ്റെ ജീവിതം മാത്രം എന്താ ശിവ ഇങ്ങനെയൊക്കെ ആയി മാറിയത്? അത് കുറച്ച് ടെൻഷൻ അടിക്കേണ്ടാടോ. ഞങ്ങളൊക്കെ ഇല്ലേ നിൻ്റെ കൂടെ. ഇന്ന് മാറാത്ത പ്രശ്നം നാളെ എന്തായാലും മാറുന്നുള്ളത് ഉറപ്പാണ്. ഒരു കാര്യം ചെയ്യ്, നമുക്ക് വർഷയ്ക്ക് നമ്മളല്ലാതെ വേറെ ആരാടാ ഉള്ളത്? നീ അവളുടെ കൂടെ ഇല്ലെങ്കിൽ അവൾക്ക് വിഷമാവും. എന്തായാലും നാം സന്തോഷത്തോടു കൂടി പോകാൻ നോക്കാമെന്ന് പറയുന്നു. പിന്നെ ഈ ശ്രീനാഥ് ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ആ ഒരു കാർഡ്, അതായത് മാരേജ് കാർഡ് കാണുമ്പോഴത്തേനും മനസ്സിൽ ഓരോ ചിന്തകൾ വന്നുകൂടിയിരിക്കുകയാണ്. ആ സമയത്ത് നാളെ എൻഗേജ്മെൻറ്റിന് ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ അഭി വരുന്നുണ്ട് കേട്ടോ. ശ്രീ എന്താ കാണിക്കുന്നത്? നാളെ ഇടാനുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണോ? പിന്നെ ഞാനൊരു സാധനം ശ്രീക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ചോദിക്കുന്നുണ്ട്. അതൊരു സർപ്രൈസാണ്. ഞാൻ തന്നാൽ ശ്രീ വാങ്ങുമോ? അത് ഇടുമോയെന്ന് ചോദിക്കുന്നുണ്ട്. ആ, അതിപ്പോൾ ഞാനെന്തായാലും ഓൾറെഡി എൻഗേജ്മെൻറ്റിലുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് വെച്ചു. അല്ല, ഞാൻ തരുന്നത് വാങ്ങിക്കോ, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഒരു കുർത്തി കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു, ഒരു യെല്ലോ കളർ. അപ്പോഴത്തേനും ഇതിപ്പോൾ ഇടണോ അഭി? ഞാൻ സന്തോഷത്തോടു കൂടി കൊണ്ടുവന്നതല്ലേ ശ്രീക്ക്, ഇതെന്തായാലും ഇടണം എന്ന് പറയുന്നു. ആ സമയത്ത് എന്താ അഭി ഒരുങ്ങിയില്ലേ? ആ, ഒരുങ്ങാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ ശ്രീയുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടോ? എനിക്കൊരു വിഷമവും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ അഭിയാണെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൽ തൻ്റെ വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ തൻ്റെ ഡ്രസ്സിനെ കുറിച്ചും ശിവയും അഞ്ജും അടിപൊളിയായിട്ട് ഒരുങ്ങിയതൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കല്യാണ പെണ്ണ് ഒരുങ്ങി വരുന്നുണ്ട്. ആ വർഷയും കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ഡ്രസ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ കൺമണി തന്നെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ടുണ്ടെന്നും നമ്മുടെ എല്ലാവരുടെയും അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റുകളും കാര്യങ്ങളും വരുന്നു കേട്ടോ. പെട്ടെന്ന് ശ്രീയുടെ അടുത്തേക്ക് പോകുന്നു കേട്ടോ. ശ്രീക്കാണെങ്കിൽ വല്ലാണ്ട് വിഷമങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു കാർഡ് നോക്കുമ്പോൾ വർഷ വിവേക് എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിനിങ്ങനെ വിമിഷ്ടം ഇതാവുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ അഭി വരുന്നുണ്ട്. അഭി വന്നതിന് ശേഷം ആ ശ്രീ അടിപൊളിയായിട്ടുണ്ടല്ലോ, മാത്രമല്ല ഇപ്പം ശ്രീയെ കണ്ടാൽ കല്യാണ ചെക്കൻ ശ്രീയാണെന്ന് തോന്നുന്നു പറയുന്നു. ഇതും കൂടി കേൾക്കുമ്പോൾ ശ്രീക്ക് മനസ്സിൽ വല്ലാണ്ട് വേദന തോന്നുന്നു. എന്താ ശ്രീ, പിന്നെ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ആ, തരക്കേടില്ല എന്ന് പറയുന്നു. തരക്കേടില്ല എന്നാണോ? എന്തൊക്കെ വേർഡ്സ് ഉപയോഗിക്കാമായിരുന്നു? അടിപൊളിയായിട്ടുണ്ട്, ഗംഭീരം, സൂപ്പർ, ഇതൊന്നും ഉപയോഗിച്ചില്ലല്ലോ. തരക്കേടില്ലാന്ന് എന്താ ശ്രീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ഇത്രയും നേരം കഷ്ടപ്പെട്ട് ഒരുങ്ങി വന്നാലേ. ഉള്ളതുപോലെ തന്നെയാണ് അഭി പറഞ്ഞത്. എനിക്കിങ്ങനെയാണ് തോന്നിയത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞു എന്ന് പറയുന്നു. ഈ ശ്രീക്ക് എന്നെ ഒന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അഭി അങ്ങ് പോകുന്നു കേട്ടോ. പിന്നീട് നമ്മുടെ ധനത്തിനെയും അതുപോലെ വസുന്ധരയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താ ധനം, ഇങ്ങനെയാണോ ഷർട്ട് ധരിക്കേണ്ടത്? ഈ ബട്ടണൊക്കെ കറക്റ്റായിട്ട് ഇടണ്ടേന്ന് പറയുന്നു. അല്ല വാസു, ഇതൊക്കെ മതിയല്ലോ. അങ്ങനെ പറ്റില്ല, കാരണം കല്യാണ ചെക്കൻ്റെ അച്ഛനെ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് പറയുന്നു കേട്ട് കഴിഞ്ഞാൽ വാസു, നീ എൻ്റെ കല്യാണം ഉറപ്പിച്ചതുപോലെയാണല്ലോ.
അങ്ങനെ ധനത്തിന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഞാനൊരു പെണ്ണിനെ അന്വേഷിക്കാമെന്ന് പറയുന്നുണ്ട്. എനിക്കൊന്നും വേണ്ട ഇനിയൊരു പെണ്ണിനെയൊന്നും, ഉള്ളത് തന്നെ എങ്ങനെയെങ്കിലും പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയുന്നു. ധനം എന്നെ ഒന്ന് കുറ്റപ്പെടുത്തിയല്ലേ, ധനത്തിന് ഞാൻ നന്നായി ഒരുങ്ങിയതൊന്നും ഇഷ്ടപ്പെട്ടില്ല അല്ലേ, പിന്നെ എൻ്റെ വസു എപ്പോഴും ഒരുങ്ങിയാലും സുന്ദരി തന്നെയല്ലേ എന്ന് പറയുന്നു. ആ സമയത്ത് ഒന്ന് ഒരു സന്തോഷമാവുന്നുണ്ട് കേട്ടോ. പിന്നെ വിവേക് വരുന്നുണ്ട്, നല്ല പച്ച കുർത്തിയൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അടിപൊളിയായിട്ടുണ്ടല്ലോ മോനെ, എന്തായാലും നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വസുന്ധര വിവേകിനൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. ഇന്ന് മോൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നിന്നെ വിശ്വസിച്ച് ഒരു പെൺകുട്ടി നിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് പോവുകയാണ്. ജീവിതകാലം മുഴുവനും സന്തോഷത്തോടു കൂടി പരസ്പരം മനസ്സിലാക്കിയിട്ടും വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. അതിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ രണ്ടുപേരും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നു. സമയത്ത് മല്ലികയ്ക്കും വരുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് സർ എന്ന് എൻ്റെ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അത് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നീട് എല്ലാവരും കൂടി ഓഡിറ്റോറിയത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നു. അതായത് ശ്രീയും വർഷയും അങ്ങനെ എല്ലാവരും. ആ സമയത്ത് ഒരു ഓട്ടോ വന്നിറങ്ങുന്നു. അപ്പോൾ സമയത്ത് വർഷയ്ക്ക് ടെൻഷൻ, രാഘവൻ വീണ്ടും വന്ന് ഓപ്പറേഷൻ ഉണ്ടാക്കുമോ എന്ന് പറയുന്നു. അപ്പോഴത്തേനും ശ്രീ പറയുന്നുണ്ട്, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട വർഷം, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. പെട്ടെന്ന് അതിൽ നിന്ന് ഇറങ്ങുന്നത് ശ്രീയുടെ അച്ഛനും അമ്മയാണ് കേട്ടോ. ഇത് കാണുന്ന വർഷയ്ക്ക് ആകെ ഞെട്ടിത്തരിക്കുന്നുണ്ട് ശ്രീക്കും. കാരണം ഇത് വലിയൊരു പ്രശ്നമാവാൻ പോവുകയാണെന്നുള്ളത് ഇവർക്ക് നല്ലപോലെ മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ആ സമയത്ത് ഇവരുടെ വിചാരം ശ്രീനാഥിൻ്റെയും വർഷയുടെ എൻഗേജ്മെൻ്റ് ആണെന്നുള്ള പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ആ സമയത്ത് നിങ്ങളുടെ വിവാഹത്തും, അതായത് നിങ്ങളുടെ നിങ്ങളുടെ അച്ഛനും അമ്മയോടും പറയാതിരിക്കുന്നതാണോ മാന്യത എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛനും അമ്മയും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, അങ്ങനെയൊന്നും അല്ല, നീ ഒന്നും മിണ്ടണ്ട. കാരണം ഇവൾ വന്നതിന് ശേഷം നിൻ്റെ അച്ഛനും അമ്മേനെയും നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി. ഇവർ ജാതകദോഷമുള്ള പെണ്ണാണ്, ഇവളെ തന്നെ നിൻ്റെ തലയിൽ കെട്ടിവെക്കണോടാ, അതിൻ്റെ ആവശ്യം എന്താടാ, നിന്നെ ഞാൻ പ്രസവിച്ച് വളർത്തി വലുതാക്കി ഇത്രയും വിദ്യാഭ്യാസം തന്ന് ജോലി വാങ്ങിച്ചെന്ന് നീ എന്നെ മറന്നല്ലേടാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മ വളരെയധികം ദേഷ്യത്തോടുകൂടി സംസാരിക്കുന്നു. വർഷയെ വളരെയധികം കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ ആ സ്ത്രീയും അവരുടെ അച്ഛനും ഒക്കെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. കാരണം വർഷ എന്താണ് കാര്യം എന്ന് പറയാൻ പറ്റുന്നില്ല. അതായത് ഇത് വർഷയുടെയും വിവേകിൻ്റെയും എൻഗേജ്മെൻ്റ് ആണെന്ന് പറയാനുള്ള ഒരു ഗ്യാപ്പ് പോലും അവർ തരുന്നില്ല. പിന്നെയും ശ്രീ പറയുന്നുണ്ട്, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, എന്ത് തെറ്റിദ്ധാരണയാടാ, നീ ഇവളെ വീണ്ടും സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലേ, അച്ഛനമ്മ ഇവിടുന്ന് പോയെന്ന് പറയുമ്പോഴത്തേനും ഞങ്ങളെ ഇറക്കി വിടാൻ നീ തീരുമാനിച്ചല്ലേ, അത് ഇവൾക്ക് വേണ്ടിയിട്ട്. ശ്രീയേട്ടൻ ഇവരെ അകത്തേക്ക് വിളിക്കുക, നീ ഒന്നും വിളിക്കേണ്ടടി, നീ എങ്ങോട്ടും വിളിക്കേണ്ട, നിൻ്റെ ശ്രീയേട്ടൻ ഞങ്ങൾ എങ്ങോട്ടും കയറ്റാൻ താല്പര്യപ്പെടുന്നില്ല, അങ്ങനെയൊക്കെ വാശി പിടിക്കുക കേട്ടോ. ആ സമയത്ത് എന്തോ ഒരു ബഹളം കേൾക്കുന്നു പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഇറങ്ങുന്ന വിവേകും അച്ഛനും അമ്മയൊക്കെ. ഈ വീട്ടിൽ നിന്നാണോ, എന്താണോ അവിടെ പ്രശ്നം, ധനം ഇപ്പം അങ്ങോട്ട് പോവണ്ട, നമുക്ക് എന്തെങ്കിലും ഇടപെടേണ്ട കേസാണെങ്കിൽ നമ്മൾ ഇടപെട്ടാൽ മതി, അല്ലെങ്കിൽ അത് വേണ്ട, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഇവർ വളരെയധികം ഒച്ചയോടുകൂടി സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. വർഷയെ നാണം കെടുത്തി വിടുകയാണ് കേട്ടോ. പക്ഷേ ശ്രീക്ക് പറയാനുള്ളൊരു അവസരം അവർ കൊടുക്കുന്നില്ല. ഇന്ന് വർഷയുടെയും വിവേകിൻ്റെയും നിശ്ചയമാണെന്നുള്ളത് ശ്രീയുടെ അല്ല എന്നല്ല, ഇവർ ശ്രീയുടേതാണെന്ന് പറഞ്ഞിട്ടാണ് ഒച്ചപ്പാട് ഉണ്ടാക്കുന്നത്. എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡിൽ എന്തായാലും വീണ്ടും അടുത്ത വിശേഷമായിട്ട് കാണാം കേട്ടോ.